അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ നൗസു പറയുന്നുണ്ട്, ജിന്നുമാൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. നമ്മളെ കാസർഗോഡ് ആ ആജിയുമായിക്കൊണ്ട് കൊലപാതകവുമായിക്കൊണ്ട് തട്ടിയെടുത്ത വിഷയത്തിൽ ഉള്ള ആ ജിന്നുമാനാണ് പറയുന്നത്. ആ ജിന്നുമ്മൻ്റെ അടുത്ത് എങ്ങനെ നിങ്ങൾ പോയി, എന്താ ജിന്നുമ്മ നിങ്ങളെ അമ്മായിയാണോ എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോൾ നൗസുവോ അങ്ങനെയൊക്കെ പറ്റി ചോദിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ പേരിൽ വരുമല്ലടാ. അങ്ങനെ പറ്റി ചോദിക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാണ്ട്. നൗസു പറയണമെന്ന് കേൾക്കുക. എന്നിട്ട് നിയമപാലകർ, കേരള നിയമപാലകർ ഇതിന് ശരിക്കൊരു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോനെ തരേണ്ടി വരില്ല. നൗസുവിനെ തന്നെ പിടിച്ചാൽ നിങ്ങൾക്ക് ശരിയാവും, കാര്യങ്ങൾ തീരുമാനമാവും. ഇൻഷാ അല്ലാഹ് നൗസു ഒന്ന് പറയട്ടെ. ഭക്തിയെങ്കിലും നിങ്ങൾക്കുണ്ടോ? എന്തൊക്കെ സംഭവങ്ങളാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് പല സംഗതികളും നടക്കുന്നുണ്ട്. നൗസാദെ, ലോകത്ത് പല സംഗതികളും നടക്കണില്ലേ? അതിലേക്ക് നിങ്ങളെങ്ങനെ ജിന്നുമ്മന്റെ അടുത്തെത്തി? അതിലേക്ക് അപ്പം നിങ്ങളെങ്ങനെ ജിന്നുമ്മൻ്റെ അടുത്തെത്തി, നിങ്ങളെങ്ങനെ ജിന്നുമ്മൻ്റെ അടുത്ത് എത്തി എന്നുള്ളത് AP ഉസ്താദിനോടാണോ ചോദിക്കണത്? AP ഉസ്താദാണുള്ള പാടെ ജിന്നുമ്മൻ്റെ അടുത്ത് പോയൊരു കഥ ഉള്ളത്. ഇപ്പോൾ അവിടെ AP ഉസ്താദ് ജിന്നുമ്മൻ്റെ അടുത്തേക്ക് എത്തിയതല്ല ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെങ്ങനെ ജിന്നുമ്മൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതല്ലേ? അവിടെ സജീവ ഒരു പ്രവർത്തകനുണ്ടായിരുന്നു. SSFൻ്റെ SYSൻ്റെ കേരള മുസ്ലിം ജമാഅത്തിൽ, സുന്നത്ത് ജമാഅത്തിൽ ശക്തമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ കെയർ ഓഫിലാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ജിന്നുമ്മാൻ്റെ അടുത്ത് പോകേണ്ടി വന്നത്. കാരണം അവിടെ നല്ലൊരു അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ഇതുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ പോവുക. അതൊരു സർവ്വസാധാരണ വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ അങ്ങനെയാണ്. കാരണം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പോണതാണ്. മറ്റുള്ളത് ജിന്നുമ്മൻ്റെ അടുത്തേക്ക് എത്തിയത് അങ്ങനെയാണ്. ഇനി ബാക്കി പറയാം. ജിന്നുമ്മങ്ങൾ അമ്മായി ഇല്ല, അമ്മായിയൊന്നുമല്ല. അമ്മായി ഇനിയിപ്പോൾ എനക്ക് വേണമെങ്കിൽ അമ്മായി ആക്കണമെങ്കിൽ ആക്കാം. എനക്കാക്കണം അമ്മായി ആയിട്ട്. ഇജും ജിന്നുമ്മയും കൂടി യോജിക്കൂല. ജാസ്വദും അമ്മായി അബിയതും അല്ലേ, അപ്പോൾ പിന്നെ അത് പറ്റൂല. ഔലിയാക്കന്മാരെ അടുത്തെത്തുമ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ അവിടെ എത്തുന്നത്? ഞങ്ങൾ ഔലിയാക്കന്മാരുടെ അടുത്ത് പോണ മാതിരി പോയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഔലിയാക്കന്മാരുടെ അടുത്ത് ഞങ്ങൾ ഔലിയാക്കന്മാരുടെ അടുത്ത് പോണ മാതിരി, ഞങ്ങൾ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യണ മാതിരി, അവരെ പേരിൽ ഫാത്തിയോദന മാതിരി ജോദേ അല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് പോവുകയോ ചെയ്യുന്നുണ്ട്. ഇജ്ജ് കാട്ടുകള്ളൻ്റെ ഒപ്പമല്ലേടാ, കാട്ടുകള്ളൻ്റെ ഒപ്പമല്ലേ? ആ ഡാൻസും കളിച്ചുകൊണ്ട് തെക്കൻ ജില്ലയിൽ കൂടി കർണാടകയിൽ കൂടി ഡാൻസും കളിച്ചുകൊണ്ട് നടക്കുന്ന കാട്ടുകള്ളൻ്റെ ഒപ്പമല്ലേ ഇജ്ജുള്ളത്? ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിന് ഞങ്ങൾ മറുപടി റജ്ജി ഞങ്ങളെ അമ്മോനാണല്ലോ. അതേത് അമ്മായി അല്ലേ, റജ്ജി ഞങ്ങളെ അമ്മോനാണല്ലോ. പോടക്കോന്താവുന്നു. എത്ര സ്വർണ്ണാണ് സിറാജുലുദയിലേക്ക് പോയത്? എത്ര സ്വർണ്ണാണ് സിറാജുലുദയിലേക്ക് പോയത് എന്നാ ചോദിക്കണത്. മാഷാ അല്ലാ, തോനെ പോയിക്കണോ? എത്ര സ്വർണം മർക്കസിലേക്ക് പോയി? പടച്ചോനെ, മർക്കസുക്ക് എത്ര പോയി? ഒക്കെ കണക്കങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ റെക്കോർഡുകളും. ഇവിടെയാണ് എൻ്റെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ടത്. സിറാജുലുദയിലേക്ക് ജിന്നുമ്മയിൽ നിന്ന് സ്വർണം പോയ കണക്കും ജിന്നുമ്മയിൽ നിന്ന് മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക് പോയ കണക്കുകളും കൃത്യമായിട്ട് നൗഷാദിൻ്റെ കയ്യിലുണ്ട് എന്നാണ് നൗഷാദ് ഇപ്പോൾ പരസ്യമായിട്ട് പ്രസംഗിച്ചത്. പരസ്യമായിട്ടാണ് നൗഷാദ് ഈ പറയുന്നത്, ഇത്ര കൃത്യമായ കണക്കുകൾ ഞങ്ങളടുത്തുണ്ട്. തീർച്ചയായിട്ടും നിയമപാലകരും കേരള ഗവൺമെൻറ് ഇതുപോലത്തെ ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്യണം. കാരണം അത് ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ഇവൻ്റെ അടുത്ത് കണക്കുണ്ടെങ്കിൽ പിന്നെ തോനെ തെരഞ്ഞുകൊണ്ട് എടുക്കണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് സ്വർണ്ണങ്ങൾ, 500 ചില്ലറ സ്വർണ്ണങ്ങൾ ജിന്നുമ്മ കൈക്കലാക്കിയിട്ട് ആകെ 90 ചില്ലറ പവനാണ് ആകെ കിട്ടിയത് പറഞ്ഞു. 500 ചില്ലറ പവൻ സ്വർണം കയ്യിലാക്കിയിട്ട് ആകെ 90 ചില്ലറ പവനാണ് ആകെ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓൽക്കതിൻ്റെ കണക്ക് അവിടുന്ന് കിട്ടി, അവിടുന്ന് ജ്വല്ലറിയിൽ നിന്ന് കിട്ടി. ബാക്കി കണക്കുള്ളത് ഇപ്പോൾ നൗഷാദിൻ്റെ കയ്യിലാണ്. ജിന്നുമ്മാൻ്റെ സ്വർണം ബാക്കി കടത്തിയത് കണക്കുള്ളത് നമ്മളുടെ കേവലം സാക്ഷാൽ കാട്ടുകള്ളനായ ഈ നൗഷാദിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പം നമ്മൾ കുറേ ആയി കാട്ടുകള്ള എന്ന് വിളിക്കണത്.
കാട്ടുകള്ളാന്ന് വിളിക്കുന്നത്. അപ്പം ഞമ്മക്ക് ഏതായാലും ഇപ്പം അതിൻ്റെ യഥാർത്ഥം ഇപ്പം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സ്വർണം ജിന്നുമ്മ അവിടെ പിന്നെ സേവിച്ച് അതല്ലെങ്കിൽ ആ ആജിയരെ കൊലപാതകം ചെയ്ത് 500 ചില്ലറ പവൻ സ്വർണം തട്ടിയെടുത്ത് ആകെ പരിശോധന നടത്തിയപ്പോൾ 100-ൽ താഴെ പവനം സ്വർണ്ണമാണ് കിട്ടിയത്. ബാക്കി സ്വർണം എങ്ങോട്ട് പോയി, എവിടെ പോയി എന്ന് അറിയാതെ കേരള ഗവൺമെൻറ്റും കേരള പോലീസും നിയമപാലകരും ജഡ്ജിയും കോടതിയും എല്ലാം മുട്ടുമടക്കി നിൽക്കുന്ന സമയത്താണ് നൗഷാദിൻ്റെ വെളിപ്പെടുത്തൽ. നൗഷാദ് പറയുന്നു, ആ സ്വർണം കൃത്യമായിട്ട് സിറാജുല്ലുദയിലേക്ക് എത്ര സ്വർണം പോയി എന്നുള്ള കണക്ക് നൗഷാദിൻ്റെ കയ്യിലുണ്ട്. സിറാജുല്ലുദയിലേക്ക് എത്ര സ്വർണം പോയി എന്നുള്ള കണക്ക് നൗഷാദിൻ്റെ കയ്യിലുണ്ട്. മർക്കസിലേക്ക് എത്ര സ്വർണം പോയി എന്നുള്ള കണക്കും നൗഷാദിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നൗഷാദിനെ പിടിച്ചാൽ മിക്കവാറും ഈ നൗഷാദ് ജിന്നുമയുമായി കൊണ്ടുള്ള ബന്ധവും ആ ആജിയരെ കൊലപാതകം ചെയ്തത് ശരിക്ക് ആരാണ് എന്നും ഈ നൗഷാദിനെ പിടിച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നൗഷാദ് ഇവിടെ AP ഉസ്താദിനോടും പേരോട് ഉസ്താദിനോടുള്ള വെറുപ്പുകാരനാണ് ഈ രൂപം പറയുന്നത്. പക്ഷേ ഇത് നൗഷാദ് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നൗഷാദ് അവിടെയുള്ള ബന്ധാണ്, അവിടുത്തെ ബന്ധം കൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ തെളിവുകൾ നൗഷാദിനിക്ക് കിട്ടുക. അവിടെയുള്ള ബന്ധം കൊണ്ടാണല്ലോ നൗഷാദിന് ഇതിൻ്റെ തെളിവ് കിട്ടുക. എവിടെ? ജിന്നുമ്മയുമായി കൊണ്ടുള്ള ബന്ധം കൊണ്ടാണല്ലോ കിട്ടുക. അതല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് കൊടുക്കൂലല്ലോ. ഇവിടെ നമ്മൾ ഓനെ അടുപ്പിക്കൂല. അപ്പം അവിടുന്ന് കിട്ടിയ കണക്കായിരിക്കും, അപ്പം ജിന്നുമ്മയുമായി കൊണ്ട് കിട്ടിയ കണക്കായിരിക്കും. അപ്പം ആയതുകൊണ്ട് നൗഷാദിനെ പിടിച്ചു ഒന്ന് കൃത്യമായിട്ട് നല്ലോണം നാവിക്ക് നോക്കി 4 കുത്തുകുത്തിയാൽ നൗഷാദ് താത്ത പറയുന്നത് പോലെ പറയും. ആ സ്വർണം സിറാജുല്ലുദയിലേക്ക് എത്ര പോയി എന്നുള്ളതും മർക്കസിലേക്ക് എത്ര പോയി എന്നുള്ള കണക്ക് വരത്തുണ്ട് എന്നാണല്ലോ ഓൻ പറയും. കളി വേണ്ട. അല്ല, കളിക്കണില്ല. ഇത് എവിടെയെന്നുള്ളത് തെളിവ് കിട്ടണം. ഇനിയെങ്ങാനും ഈ നിയമപാലകരും പോലീസുകാരും എന്ത് ചെയ്യട്ടെ, സ്വർണം എവിടെയാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ. ഈ കോലത്തിൽ പരസ്യമായിട്ട് നൗഷാദ് പറഞ്ഞിട്ട് ഈ നൗഷാദിനെ പിടിച്ച് കേരള ഗവൺമെൻറ് ചോദ്യം ചെയ്യലും നിർബന്ധമാണ്. ഇവനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് എടുക്കാലോ. ഇവൻ കളി വേണ്ടെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഉണ്ടാകും അതിൻ്റെ കണക്ക്. അതുകൊണ്ട് നിയമപാലകർ ആദ്യം ഇവനെ പോയിട്ട് കൃത്യമായിട്ട് 4 കുത്തുകുത്തിയിട്ടൊന്ന് ചോദിക്കും. അപ്പോൾ ഓൻ പറഞ്ഞുതരും. അതുകൊണ്ട് നിങ്ങൾ ഔലിയാക്കളെടുത്ത് കുതിര ചഞ്ഞു വരാൻ കാലം കഴിഞ്ഞു. ഏത് കാലാപ്പച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞത്? എന്ത് കാലം കഴിഞ്ഞുന്ന്? അന്നഞ്ഞി കടക്കണല്ലേ ഉള്ളൂ, കാലം വരുന്നല്ലേ ഉള്ളൂ. നിങ്ങളൊരു ഷെയ്ഖ് മദ്കൂർ അല്ല എന്ന് പറഞ്ഞല്ലോ ജി. ഇജാണോ ഷെയ്ഖ് മദ്കൂർ അല്ലാത്തത്, ഞങ്ങളാണോ ഷെയ്ഖ് മദ്കൂർ അല്ലാത്തത് എന്നുള്ളത് ഒന്ന് നോക്കൂ. ഇവൻ്റെ ഒരു വീഡിയോ ഉണ്ട്, പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ സ്റ്റേജിൽ സദസ്സ് എന്നും ഓൻ പ്രസംഗിക്കുമ്പോൾ ഓൻ്റെ സ്റ്റേജേ കാണിക്കാറുള്ളൂ. കട്ടക്കാലത്തിന് ആരോ ചെന്നിട്ട് ഓൻ പ്രസംഗിക്കണ വീഡിയോ എടുത്തു. ഈ പ്രസംഗിക്കണ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവിടെ സദസ്സ് എടുത്ത് നോക്കുമ്പോൾ ആകെ 4 ആൾക്കാരുണ്ട്. ഉള്ള കസാല മടക്കി അവിടെ വെച്ചിട്ടാണ്, നിർത്തിയിട്ടും കൂടി ഇല്ല. അന്ന് നോക്കി. ഇതാണ് പിന്നെ അവൻ്റെ ഷെയ്ഖ് മദ്കൂർ. അതാണ് അവൻ്റെ സ്റ്റേജിൻ്റെ ഒരു ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? സ്റ്റേജിൻ്റെ ഒരു ഫോട്ടോ കണ്ടില്ലേ? അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഇതിനെ കാണാനില്ല, കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് കിട്ടുമ്പോൾ നമുക്ക് ഇടാം. കണ്ടങ്ങൾ ഓൻ സാധാരണ വീഡിയോ കാണിക്കലില്ല, സദസ്സ് കാണിക്കലില്ല വീഡിയോയിൽ. ഓൻ്റെ ആ കണ്ണും മൂറും ഇങ്ങനെ കാണിക്കലാണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും കൊണ്ടോട്ടി തിരൂരങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കണം പറഞ്ഞിട്ട് അവിടേക്കൊന്നും ചെന്നിട്ട് തന്നെ ഉണ്ടാവും. ഔലിയാക്കൾ അള്ളാന്റെ ആൾക്കാരാണ്. നിങ്ങൾ പുറത്താക്കിയാൽ പുറത്താവൂല. നിങ്ങളെ തിരിച്ചൊന്ന് പുറത്താക്കിയാലോ നരകത്തിന്റെ അടിത്തട്ടിലെത്തും. ഈ നൗഷാദ് പറയുന്ന അത്ര കളവ് ഇപ്പം അള്ളാൻ്റെ ദുനിയാവിൽ ഒരാളും പറയണില്ല. ഇബിലീസ് വരെ ചിരിച്ചിട്ടുണ്ടാവും. ഇബിലീസ് വരെ ബെനേറ്റ് കിബിറടിക്കുന്നുണ്ടാവും. ഇപ്പോൾ അല്ല, ഇബിലീസിനെയും വെട്ടിച്ചല്ല ബെനെന്ന് പറയുന്നുണ്ടാവും. ഇപ്പോൾ ഇബിലീസിനെയും വെട്ടിച്ചല്ല ബെനെന്ന് പറയുന്നുണ്ടാവും. അത്ര ഇബിലീസ് വരെ വിഷമത്തിലായിട്ടുണ്ടാവും ഇപ്പോൾ ബെനെ കൊണ്ട്. അക്വത്തിലുള്ള നുണ ഇപ്പം പറയണത് ഫുള്ള്. ഇപ്പോൾ എൻ്റെ ചാനൽ പൂട്ടിച്ചത് ആരാണെന്ന് പറഞ്ഞത് അക്കീം അസേരിയാണെന്ന് അറിയുന്നുണ്ട്. അക്കീം അസേരിയാണ് പിന്നെ അവൻ്റെ ചാനൽ പൂട്ടിച്ച. അയാൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല എന്നല്ല, ഉറപ്പാണ് അയാൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്.
എന്നിട്ട് അയാളെ പറ്റിയാണ്ട് ഹക്കീം അസേരിയാണ് അവൻ്റെ ചാനൽ പൂട്ടിച്ചത്. അത് കേട്ടോക്കാണെങ്കിൽ പറയണോ? ഈ ഇന്റർനാഷണൽ ദാഴിയും ഈ എല്ലാ ഫിത്തിനുണ്ടാക്കുന്നവനൊക്കെ ഔലിയായിന്റെ സ്ഥാനത്തുള്ള ആളത്രേ. ചാനൽ പൂട്ടാൻ വരെ ഓനാണ് നേതൃത്വം. ഈ നൗഷാദിൻ്റെ ഈറപ്പം എന്താ പറയുക, ഇപ്പം ചാനൽ പോയതാണ്. ഇപ്പം ചാനൽ പോയിക്കണം, ആ ചാനൽ പൂട്ട് ചെയ്തിപ്പോൾ ഹക്കീം അസേരിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഓൻ പറയണത്. ഹക്കീം അസേരി ആ സാധു അവൻ്റെ ചാനൽ പൂട്ടിയതിനെ അറിഞ്ഞിട്ടില്ല. ആർക്കാ ബൻ്റെ ഒക്കെ ചാനൽ നോക്കി ഓൻ എടുക്കണോന്? ഇന്നെ പോലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നല്ലാതെ ആരാ ഓൻ്റെ ചാനൽ നോക്കണത്? ഓൻ്റെ ലൈവ് തന്നെ നോക്കുകയാണ് നിങ്ങൾ. ആകെ 200 ചിലർ ആൾക്കാരുണ്ടായാൽ 2013 തുടങ്ങിയ ഓൻ്റെ ചാനലിൽ ആകെ 29,000 ആൾക്കാരാണ് സബ്സ്ക്രൈബ്. നമ്മളിവിടെ 3-ാം കോലായി കിടക്കണ റൂമ് കുത്തിരുന്ന് കണ്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് 30,000-ൻ്റെ മുകളിൽ സബ്സ്ക്രൈബ്. 32,000-4,000 ആൾക്കാർ ശരാശരി ഏകദേശം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ മുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ്റെ അതും കൂടി ഇല്ല. എന്നിട്ട് ആ ഓൻ്റെ ചാനൽ പൂട്ടിച്ചാൽ വേണ്ടിക്കാണ്ട് പിന്നെ ഹക്കീം അസേരി എടുക്കണേ. ഹക്കീം അസേരിക്ക് എൻ്റെ ചാനൽ പൂട്ടിക്കാൻ പോയാൽ അന്ന് പിരാന്തേക്കാരം ഹക്കീം അസേരിക്ക്. ഇതൊന്ന് പോയിക്കാൻ കൈയോടുന്നത്. ഏതായാലും ഇവന് പച്ച നുണ പറയുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇവൻ്റെ ശരിക്ക് ഇവനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു ആളുകൾ ഇവനെ നിയമപാലകരും മറ്റു ഗവൺമെൻറ്റും ഇവനൊന്ന് പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ആ സ്വർണം പോയുണ്ടല്ലോ, എന്താണ് മറ്റേ കാസർഗോഡ് നടത്തിയ സംഭവം, അതിൻ്റെ നമ്മളെ ആ സ്വർണത്തിൻ്റെ തെളിവ് ചിലപ്പോൾ കിട്ടും. അത് പിന്നെ മർക്കസിക്ക് ഇത്തര പോയി, അതുപോലെ തന്നെ സിറാജുലുദ്ദീക്ക് ഇത്തര പോയി എന്നുള്ള കണക്ക് ഓൻ്റെ അടുത്തുണ്ട് താനല്ലോ. അത് പിടിച്ചാൽ ചിലപ്പോൾ ഓൻ്റെ അടുത്ത് കിട്ടും. എല്ലായിടത്തും അങ്ങനെ കണക്ക് പോയി ഓൻ്റെ അടുത്തുണ്ട് പറയും. ഇപ്പോൾ SYS സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന് 4 കോടി പിന്നെ ചിലവുണ്ട് എന്ന് പറഞ്ഞ് 2 കോടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ച മാതിരിയാണ് ഇപ്പം എൻ്റെ വർത്തമാനം കേട്ടാൽ. എന്ത് കള്ളെന്ന് പറയും. ഇതേമാതിരി നുണ പറയുന്ന ഒരു മനുഷ്യൻ അള്ളാൻ്റെ ദുനിയാവിൽ ഒരാൾക്കും കാണാൻ സാധിക്കില്ല. ഇവൻ്റെ ചില വീഡിയോ കേട്ടാൽ. അപ്പം പിന്നെ മുജാഹിദൊന്നും ഒന്നുമല്ല, ജമാഅത്തൊന്നും ഒന്നുമല്ല, അതിൻ്റെയൊക്കെ മേലെ 10 മടങ്ങ് ഉന്നത സ്ഥാനം കളവിൽ വഹിക്കുന്ന ഒരാൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആരാണെന്ന് ചോദിച്ചാൽ തപ്പിപ്പടയാതെ പറയാം, കാട്ടുവളപ്പിൽ നൗഷാദാണ്, അതുപോലെ കുഞ്ഞഹമ്മദുമാണ്, പിന്നെ സമതുമാണ്. സമത് പിന്നെ പറയണതിന് കണക്കില്ല. ഇപ്പം പറഞ്ഞ സമത് കുറച്ച് ഞാൻ മാറ്റി പറയും. കാരണം സമതിന് അന്തല്ല, തീരെ അന്തല്ലല്ലോ. അന്തെന്ന് പറഞ്ഞാൽ അടുത്തുകൂടി ഒന്നും പോയിട്ടില്ല, അങ്ങനത്തെ